റിപ്പോർട്ട് സംബന്ധിച്ചും VS ഗവൺമെന്റ് കാലത്ത് അത് സംബന്ധിച്ച് എടുത്തിട്ടുള്ള നടപടി സംബന്ധിച്ചൊന്നും ഇപ്പം പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം പറയുന്നിടത്തെല്ലാം പറയണ്ടേ. കേരളത്തിലും ഇന്ത്യയിലും കണ്ണായ സ്ഥലത്തുള്ള ഭൂമി, വഖഫ് സ്വത്തായിട്ടുള്ള ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മുനമ്പത്തടക്കമുള്ള വിഷയം പ്രത്യേകമാണ്. കാരണം അവർ ചതിക്കപ്പെട്ടവരാണ്, വഞ്ചിക്കപ്പെട്ടവരാണ്. അവർ പണം കൊടുത്തിട്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത്. അവിടെ വീടെടുത്തു, എത്രയോ ദശകങ്ങളായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ആ കൈവശക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല, അവർക്ക് സംരക്ഷണം കൊടുക്കും. ഇതാണ് പിണറായി പറഞ്ഞാൽ നടപ്പാക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ മറ്റ് വലതുപക്ഷക്കാരുടെ പോലെ ആളെത്തിക്കുന്ന പ്രസംഗമല്ല പിണറായി നടത്തിയത്. കേന്ദ്ര ഗവൺമെന്റിന് ഈ പാസാക്കപ്പെട്ട നിയമപ്രകാരം തന്നെ മുനമ്പത്ത് യാതൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്നത് കേരളത്തിലെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിലവിലുള്ള വഖഫ് നിയമപ്രകാരം തന്നെ നിയമപരമായിട്ടുള്ള നടപടികൾ ഏറ്റെടുത്ത് ആ ഭൂമി കൈവശക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പരിഹരിക്കാൻ പറ്റുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണം ആരുടേതാണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെതാണ്. ഞാനതിൻ്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. സുഹൃത്തുക്കളെ, ചില ക്രിസ്തീയ വിശ്വാസികളെ മുസ്ലിം വിരുദ്ധരാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രചരണം കേരളത്തിലെ RSSന്റെ അജണ്ടയാണ്. അഖിലേന്ത്യാ തലത്തിൽ RSSന്റെ അജണ്ടയാണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരെയും ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ല. ഇപ്പം മുസ്ലിങ്ങളെ ലക്ഷ്യപ്പെടുത്തുക. പണ്ട് ഒരു ജർമ്മൻ കവി ചൊല്ലിയിട്ടുള്ളൊരു കവിതയുണ്ടല്ലോ, ആദ്യം ഞങ്ങൾ പോയി, അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാൻ എന്നതുകൊണ്ട് ഞാനതിനെ എതിർത്തില്ല. പിന്നെ മറ്റവർക്കെതിരായിട്ട് വന്നു. പിന്നെ അവസാനം എനിക്ക് നേരെ വന്നപ്പോൾ എന്നെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായില്ല എന്നതുപോലെയാണ് ഇപ്പം മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നത്. അടുത്ത ലക്ഷ്യമാര ക്രിസ്ത്യാനികൾ. കാരണം RSS രാജ്യത്തിൻ്റെ 3 ആഭ്യന്തര ശത്രുക്കളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് മുസ്ലിങ്ങൾ, മറ്റൊന്ന് ക്രിസ്ത്യാനികൾ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർ കീഴടങ്ങിയിട്ടില്ല. മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 50 വർഷക്കാലത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ RSSന്റെ കൊലക്കത്തിക്കിരിയായിട്ട് എത്ര കമ്മ്യൂണിസ്റ്റുകാരാണ് രക്തസാക്ഷിത്വം വരിച്ചത്? കണക്കുണ്ട്, ഞങ്ങൾ എടുക്കാം. 1972 ജനുവരി മാസം 4-ാം തീയതി തലശ്ശേരി വർഗീയ കലാപം അവസാനിപ്പിക്കാൻ വേണ്ടി CPIM പരിശ്രമിച്ച